വെൽക്കം. റഹ്മാനാണ്. മെഡിസിനൽ കെമിസ്ട്രി നമ്മൾ ഈ വീഡിയോയിൽ SAR ഓഫ് ഫിനോതയസിൻസ് ആണ് നമ്മൾ പറയാം. ഫിനോതയസിൻസ് ഗ്രൂപ്പ് ഈ മരുന്നുകളെ കുറിച്ചിട്ടാണ് പറയാം. ഫിനോതയസിൻസ് മരുന്നുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സുകളായിട്ടാണ്. ഡോപ്പമിൻ D2 റിസപ്റ്റർ. സോ ഡോപ്പമിന്റെ D2 റിസപ്റ്ററിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എവിടെയായിരുന്നു? മീസോലിംബിക് പാത്വേയിലാണ് ബ്ലോക്ക് ചെയ്യുക. ഞാനിത് ഫാർമക്കോളജി ഒക്കെ നമ്മൾ ഇതിന്റെ പറഞ്ഞാണ്. മീസോലിംബിക് പാത്വേ എന്ന് വെച്ചാൽ മിഡ് ബ്രെയിനിൽ നിന്ന് ലിംബിക് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഡോപ്പമിൻ D2 റിസപ്റ്ററിനെയാണ് ബ്ലോക്ക് ചെയ്യുക. മറ്റേ ഡോപ്പമിൻ പാത്വേയിലും D2 റിസപ്റ്റർ വഴി ബ്ലോക്കിംഗ് ഉണ്ടാകും. സോ ആന്റി സൈക്കോട്ടിക് ഉണ്ട്, ആന്റി എമറ്റിക്, അങ്ങനെയൊക്കെയുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ക്ലോർപ്രോമസിൻ ആണ്. CHLOR ക്ലോർപ്രോമാസിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ആദ്യം കണ്ടുപിടിച്ചേക്കുക. ലാർജ് ആക്ടിൽ എന്നൊക്കെ ബ്രാൻഡ് നെയിം ഉള്ളത്. ക്ലോർപ്രോമസിനായാലും ഈ ഗ്രൂപ്പിലെ മറ്റ് മരുന്നുകളായാലും എല്ലാം ബേസിക് ആയിട്ടൊരു ഫിനോതയസിൻ റിംഗ് അതിനകത്തുണ്ട്. ഫിനോതയസിൻ റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 3 റിംഗ് സ്ട്രക്ചർ ആണ്. നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു റിംഗ്, രണ്ടാമത്തെ റിംഗ് ആൻഡ് മൂന്നാമത്തെ റിംഗ്, ഇങ്ങനെ 3 റിംഗ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. നമുക്ക് ഇങ്ങനെ ഇടാം, ഇവിടെ ഇങ്ങനെ ഇടാം. ഓക്കെ, ഞാൻ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്, ഇത് 6 ആണ്, ഇത് 7, 8, 9, 10, 10 ആറ്റംസ് ഉണ്ട്. ആൻഡ് പക്ഷെ എല്ലാം കാർബൺ അല്ല. പൊസിഷൻ 5 ഇവിടെ സൾഫർ ആണ്. സോ ഇവിടെ S ആണ്, സൾഫർ ഉണ്ട്. ആൻഡ് പൊസിഷൻ 10 ഇവിടെ നൈട്രജൻ ഉണ്ട്. സോ 5 സൾഫർ, 10 നൈട്രജൻ. സോ തയ എന്ന വാക്ക് വരാൻ കാരണം ഇതാണ്, സൾഫർ ഉള്ളത് കൊണ്ടാണ്. ദെൻ അസോ അല്ലെങ്കിൽ അസിൻസ് എന്നൊക്കെ വരാൻ കാരണം ഈ നൈട്രജനും ഇനിയുണ്ട് ഒരു സംഭവം കൂടി, എന്നാൽ നൈട്രജൻ ഉള്ളത് കൊണ്ടാണ്. സോ അപ്പോൾ ഇതൊരു ഹെറ്ററോസൈക്ലിക് റിംഗ് ആണ്. സോ ദിസ് ഹെറ്ററോസൈക്ലിക് റിംഗ് ആണ്. അപ്പോൾ 3 റിംഗ് ഉള്ള ഒരു ഹെറ്ററോസൈക്ലിക് റിംഗ് സ്ട്രക്ചർ ആണ് ഫിനോതയസിൻസ് എന്ന് പറയുന്നതിന്റെ ബേസിക് റിംഗ് സ്ട്രക്ചർ. ഇനി ഇതിൽ 10 ഈ നൈട്രജനിൽ നിന്ന് ഒരു സൈഡ് ചെയിൻ ഉണ്ടായിരിക്കും. സൈഡ് ചെയിൻ എന്ന് പറയുമ്പോൾ അത് ആൽക്കൈൽ സൈഡ് ചെയിൻ ആണ്. സാധാരണ 3 കാർബൺ ഉള്ള, വരച്ചു കഴിഞ്ഞാൽ CH2 3 കാർബൺ ഉള്ള ഒരു സൈഡ് ചെയിൻ ആണ്. ഇത് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ കാർബൺസ് ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ. ആൻഡ് ഈ സൈഡ് ചെയിൻ വന്ന് അവസാനിക്കുന്നത് സാധാരണ ഒരു നൈട്രജനിലാണ്. സോ ഗാമ കാർബൺ നൈട്രജനുമായിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് ഇതിലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഈ H ഉള്ളത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. സാധാരണ രീതിയിൽ അത് എഴുതാനാണെങ്കിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് നമുക്ക് അപ്പുറം വരയ്ക്കാം, 2 മീഥൈൽ ഗ്രൂപ്പ്സ്. അപ്പോൾ നമുക്കിതിനെ ക്ലോർപ്രോമാസിൻ ആക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു ക്ലോറിൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബേസിക് റിങ്ങിന്റെ ഇത് ക്ലോർപ്രോമാസിൻ എന്ന് പറയുന്ന മരുന്നായി കഴിക്കെ ഇത് 2ൽ ഒരു ക്ലോറിൻ കൊടുത്തു. ഇത് ബേസിക് റിംഗ് ആൻഡ് ഞാൻ വരച്ചത് ഇവിടെ ക്ലോർപ്രോമാസിൻ ആയി. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ, ഒന്ന് ഈ ഫിനോതയസിൻ റിങ്ങിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം. 2 ഈ സൈഡ് ചെയിനിൽ മാറ്റം വരുത്താം. 3 നമുക്ക് ഈ നൈട്രജനിലും ഇവിടെയുള്ള ഈ സബ്സ്റ്റിറ്റ്യൂഷനിലും മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ ഈ നൈട്രജൻ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു റിങ്ങിന്റെ ഭാഗമാക്കി നമുക്ക് മാറ്റാം. ഇങ്ങനെയും വേണമെങ്കിൽ ആക്കാം. സോ അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ആന്റി സൈക്കോട്ടിക് ആക്ഷൻ വർദ്ധിക്കും, അല്ലെങ്കിൽ ആന്റി സൈക്കോട്ടിക് ആക്ഷൻ നഷ്ടപ്പെടും, മറ്റെന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ആക്ഷൻ കിട്ടുമോ? സോ ഇതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഫിനോതയസിൻ റിങ്ങിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നാണ് നമുക്ക് അറിയേണ്ടത്. റിംഗ് ഒന്ന് വരച്ചോട്ടെ. റിംഗ് സ്പീഡിൽ വരയ്ക്കാം. 1 2 3 4 7 8 9 10 ഇവിടെ സൾഫർ, ഇവിടെ നൈട്രജൻ. ഇതിലെ 1 2 3 4 ഇവിടെയൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അപ്പോൾ പോയിന്റ് നമ്പർ 1, ആദ്യത്തെ പോയിന്റ് നമ്മൾ പറയുന്നതാണ്. കാർബൺ നമ്പർ 1 ഇവിടെ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ആക്ടിവിറ്റി പോകുകയോ ആക്ടിവിറ്റി നഷ്ടപ്പെടുകയോ കുറയുകയോ ചെയ്യും. സോ റിംഗ് നമ്പർ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതുമായിട്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് 1, പൊസിഷൻ നമ്പർ 1 നമ്മൾ ഒഴിവാക്കണം. സോ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് C1 decreases the antipsychotic effect. Antipsychotic effect കുറയ്ക്കും because of its interference with the binding of side chain. Point number 2, substitution at second position. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് is the best. 2ൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആന്റിസൈക്കോട്ടിക് എഫക്റ്റ് കിട്ടും. ക്ലോർപ്രോമാസിൽ നമ്മൾ കണ്ടു, അവിടെ ക്ലോറിൻ ആണ്. ക്ലോറിൻ നമുക്കറിയാം, ക്ലോറിനേസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഗ്രൂപ്പുകൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ആന്റി സൈക്കോട്ടിക് എഫക്ട് കൂടുതൽ കിട്ടും. സോ കൂടുതൽ വിഡ്രോയിങ് ആയിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പാണ് CF3. സി ഇങ്ങനെ വരയ്ക്കുക, 3 F ഇട്ട് കഴിഞ്ഞാൽ CF3 ആയി. CF3 ആർക്കൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഒന്ന് ട്രൈഫ്ലൂപ്രോമാസിൻ ഉണ്ട്. ട്രൈഫ്ലൂപ്രോമാസിൻ അതിന് ഇവിടെ CF3 ഇതാണ്. ട്രൈഫ്ലൂവോപെരാസിൻ ഉണ്ട്.
ഉണ്ട്, ട്രൈഫ്ലൂഓപെരാസിനും ഇവിടെ CF3 ആണ്. ഫ്ലൂഫെനാസിൻ അനദർ ഡ്രഗ്, ഫ്ലൂഫെനാസിൻ, ഇതിനെല്ലാം ഇവിടെ CF3 ഗ്രൂപ്പ് ആണ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ആൻഡ് തയോറിഡാസിൻ എന്ന് പറയുന്ന മരുന്നിന് ഇവിടെ CF3യുമല്ല ക്ലോറിനുമല്ല, അവിടെ രണ്ടാമത്തെ പൊസിഷനിൽ അവിടെ മീഥൈൽ തയോ ഗ്രൂപ്പ് ആണ് ഉള്ളത്. മീഥൈൽ തയോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് SCH3 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. ആൻഡ് തയോറിഡാസിന് CF3 അപേക്ഷിച്ചിട്ട് എഫക്ട് കുറച്ച് കുറവാണ്, പൊട്ടൻസി ഒക്കെ കുറവാണ്. ഇനി 3ലും 4ലും നമുക്ക് നടത്താം, കുഴപ്പമൊന്നുമില്ല, പൊട്ടൻസി അല്ലെങ്കിൽ എഫക്റ്റ് ഒക്കെ, പക്ഷെ കാര്യമായിട്ടൊന്നും വർദ്ധിക്കുന്നില്ല. സോ മാക്സിമം എഫക്ട് 2ലാണ്. സോ 2ആണ് ഏറ്റവും ബിഗ്. അത് കഴിഞ്ഞാൽ പിന്നെ 3ആണ്, അത് കഴിഞ്ഞാൽ 4ആണ്. 1ൽ നമുക്ക് വേണ്ട, അതാണ് നമ്മുടെ പോളിസി, അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആണ്. ഇനി ഇവിടെ നടത്തി ഇവിടെയും ഇവിടെ എല്ലാം കൂടി നടത്തിയേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൾട്ടി സബ്സ്റ്റിറ്റ്യൂഷൻ, മൂന്നാമത്തെ പോയിന്റിന്റെ കൂടെ തന്നെ എഴുതിയേക്കാം. മൾട്ടി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഡിക്രീസ് ചെയ്യും, എഫക്ട് കുറവായിരിക്കും. അപ്പോൾ 4ാമത്തെ പോയിന്റ് റിങ്ങിൽ 5ാമത്തെ 5th പൊസിഷനിൽ സൾഫർ ആണ്. ഇവിടെ സൾഫർ ഇരിപ്പുണ്ട്, നമ്മൾ ഈ സൾഫറിനൊന്ന് മോഡിഫൈ ചെയ്യാണ്. ഓക്കെ, അവിടെ സൾഫോക്സൈഡ് ആക്കിയേക്കാം, വേണ്ട, ഗുണം കുറയും. അല്ലെങ്കിൽ സൾഫോൺ ആക്കിയേക്കാം, ഇങ്ങനെ സൾഫോൺ ആക്കിയേക്കാം എന്ന് പറഞ്ഞാലും ഗുണം കുറയും. എന്ത് പിടിപ്പിച്ചാലും ആന്റി സൈക്കോട്ടിക് ആക്ഷൻ കുറയും. സോ സൾഫർ മോഡിഫിക്കേഷൻ വേണ്ട. ഇനി ഇവിടെ 10ൽ നൈട്രജൻ ആണ്, അത് അങ്ങനെ തന്നെ നിർത്തിയേക്കണം. അതിൽ താഴെയുള്ള ആൽക്കൈൽ സൈഡ് ചെയിനും അത്യാവശ്യമാണ്. ഇനി ഇവിടെ 6, 7, 8, 9 ഇവിടെ ഒന്നും നടത്തിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഗുണമൊന്നുമില്ല. സോ ഇതാണ് നമുക്ക് റിങ്ങിൽ എന്തൊക്കെ നടത്താം എന്ന് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ആൽക്കൈൽ സൈഡ് ചെയിനിലേക്ക് വരാം. നൈട്രജനിൽ നിന്ന് CH2 ഞാൻ എഴുതാം, CH2CH2N. ഈ നൈട്രജൻ വരെ ഇവിടെ ഒരു 1, 2, 3 3 കാർബൺ ഉള്ള ഒരു ചെയിനാണ് അത്യുത്തമം അല്ലെങ്കിൽ ഓപ്റ്റിമൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത് ഒന്ന് കൂട്ടിയാലോ കുറച്ചാലോ, ഇപ്പോൾ ലെങ്ത് നമ്മൾ CH2 ആക്കി കുറച്ചു, ഈതലാക്കി, അല്ലെങ്കിൽ ഇവിടെ 2 കൂടി ചേർത്തു 4 ആക്കി എന്ന് കരുതിയാൽ ഡിക്രീസസ് ആന്റി സൈക്കോട്ടിക് എഫക്ട് കുറയും. സോ അതാണ് ഒരു പോയിന്റ്. സോ 3 കാർബൺ ലെങ്ത് ഈസ് എസെൻഷ്യൽ. അപ്പോൾ നമ്മൾ ചിലതിന് നമ്മൾ 2 ഉണ്ട്. സോ 2 കാർബൺ ആക്കി കഴിഞ്ഞാൽ അതിന് വേറെ ചില ആക്ടിവിറ്റിയാണ് വർദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇത് മാത്രം ഇവിടെ എഴുതാം, CH2 ആൻഡ് ഇവിടെ ഒരു CH3 കൂടിയുണ്ട്, NCH3CH3. ഓക്കെ, സോ ഇത് മരുന്നിന്റെ പേര് പ്രോമെത്താസിൻ എന്നാണ്. പ്രോമെത്താസിൻ മുകളിൽ ഈ റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇത് എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഞാൻ പറയാം. ഈ മരുന്നിന്റെ പേര് പ്രോമെത്താസിൻ എന്ന് പറയുന്ന മരുന്നാണ്, കേട്ടിട്ടുണ്ടാകും. ദെൻ അല്ലെങ്കിൽ വീണ്ടും ഞാൻ ഈ നൈട്രജൻ റിംഗ് മൊത്തം ഇവിടെ ഉണ്ട്. നൈട്രജൻ ഇവിടെ CH3 then N, ഇവിടെ നമ്മൾ ഈതൈൽ പിടിപ്പിക്കുകയാണ്, C2H5. ഇങ്ങനെ പിടിപ്പിച്ച് നമുക്ക് കിട്ടുന്നത് ഈതൈൽ പ്രൊപ്പാസിൻ ആണ്, ഈതൈൽ പ്രൊപ്പാസിൻ എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഇതിന് 2നും 2 കാർബൺ നീളമേ ഉള്ളൂ നൈട്രജൻ വരെ. ആൻഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2ഉം കൂടുതലായിട്ട് കിട്ടുന്ന ഫലം എന്ന് വെച്ചാൽ ആന്റി ഹിസ്റ്റമിനിക് എഫക്റ്റ് ആണ്. ആന്റി ഹിസ്റ്റമിനിക് ആക്ഷൻ കൂടും, പക്ഷേ ഡിക്രീസസ് ആന്റി സൈക്കോട്ടിക് ആക്ഷൻ കുറയും. കുറച്ച് ആന്റി കോളിനർജിക് ആക്ഷൻ കൂടി ഉണ്ടാകും. ഓക്കെ, ആന്റി കോളിനർജിക് ആക്ഷൻ കൂടി കിട്ടും. ആന്റി സൈക്കോട്ടിക് പക്ഷേ പോയി. ആന്റി സൈക്കോട്ടിക്കിന് 3 കാർബൺ ലെങ്ത് ആവശ്യമാണ്. ഇനി നമ്മൾ ഈ ആൽഫയിൽ ഇവിടെ ആൽഫ കാർബണിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും മാറ്റി ഒന്ന് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡിക്രീസസ് ആന്റി സൈക്കോട്ടിക് ആക്ടിവിറ്റി കുറയും. ഇവിടെ നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, ഡിപ്പെൻസ്. ബാക്കി എല്ലാം കൂടി നോക്കിയിട്ട് ചിലപ്പോൾ കൂടുകയോ ചിലപ്പോൾ കുറയുകയോ ഒക്കെ ചെയ്യും. ആൻഡ് ഇവിടെ ഗാമയിൽ നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ദിസ് ക്യാൻ ഇൻക്രീസ് ആന്റി കോളിനർജിക് ആക്ടിവിറ്റി വർദ്ധിക്കുകയായിരിക്കും ചെയ്യുക. മോർ ആന്റി കോളിനർജിക് ആൻഡ് ലെസ് D2 ബ്ലോക്ക്. D2 ഐ മീൻ നമുക്ക് വേണ്ടത് ആന്റി സൈക്കോട്ടിക് ആക്ഷൻ കുറയും. ഇനി നമുക്ക് ഇവിടെ ഈ ഗാമ കാർബണിലുള്ള നൈട്രജൻ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കാം. ഇത് എപ്പോഴും ഒരു ടേർഷ്യറി നൈട്രജൻ ആയിട്ടിരിക്കുന്ന നല്ലതെന്ന് വെച്ചാൽ 2 എണ്ണം കൂടി പിടിപ്പിക്കാം, അത്രയും പാടുള്ളൂ. അപ്പൊ ടേർഷ്യറി ആയിട്ടിരുന്നുള്ളൂ. സോ സൈഡ് ചെയിൻ, അപ്പോൾ ഒരു പ്രൊപ്പൈൽ ഡൈ ആൽക്കൈൽ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഡൈമീഥൈലാണ്. 2 ഇത് ഓക്കെയാണ്, ഈ സംഭവങ്ങൾ ഓക്കെയാണ്. പലതിനും നമുക്ക് ഇങ്ങനെ നമ്മൾ ഇത് മാറ്റി C2H5 ലാർജർ ഗ്രൂപ്പ് C2H5 പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ കുറയും, ഡിക്രീസസ് ആന്റി സൈക്കോട്ടിക്. ഇതൊക്കെയാണ് ആന്റി സൈക്കോട്ടിക് ആക്ഷൻ. ആൻഡ് ഈ നൈട്രജനെ നമ്മൾ ക്വാട്ടേർണറി ആക്കിയാലോ എന്ന് വെച്ചാൽ N ഇങ്ങനെ ഇപ്പൊ പ്ലസ് ആകും. പ്ലസ് ആയി കഴിയുമ്പോൾ ചാർജ് വരും, അല്ല കാറ്റയോണിക് ആകും, പോളാർ ആകും. പോളാർ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കുകയോ ഇല്ല. ബ്രെയിനിൽ എത്തിയിട്ടാണല്ലോ ആന്റി സൈക്കോട്ടിക് ആക്ഷൻ ഉണ്ടാക്കാൻ. സോ ലോസ് ഓഫ് ആക്ഷൻ ആണ്, ഡിക്രീസ് അല്ല, ലോസ് ഓഫ് ആക്ഷൻ ആണ്. നോ
നോ ആന്റിസൈക്കോട്ടിക് എഫക്ട്. ബ്രെയിനിലെത്തിയാലേ നമുക്ക് ഫലം കിട്ടൂ. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഓക്കെയാണ്, രണ്ട് സ്ഥലത്തും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. വലുത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ കുറയെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ ഒരു ഇവിടെ മാത്രം എച്ച് നിർത്തിയിട്ട് ഒരെണ്ണം മാത്രം മീഥൈലായി കഴിഞ്ഞാൽ സോ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഡിക്രീസസ് ആക്ടിവിറ്റി എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നൈട്രജൻ നമുക്ക് ഇതല്ലാതെ മറ്റൊരു റിങ്ങിൽ പിടിപ്പിക്കുകയോ മറ്റൊരു റിങ്ങിന്റെ ഭാഗമാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ഈ കാർബണാണ് ഇവിടെ വരയ്ക്കുക, ഇത് CH2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരയ്ക്കാം. നമ്മൾ ഉദാഹരണത്തിന് പിപ്പരാജിൻ ആക്കുക എന്ന് വരച്ചോ. പിപ്പരാജിൻ നൈട്രജൻ ഇവിടെ വരച്ചു, പിപ്പരാജിൻ ആക്കുകയാണ് ഞാൻ. പിപ്പരാജിന് ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്, CH3. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ട്രൈഫ്ലൂഓപെരാസിൻ ആണ്. ട്രൈഫ്ലൂഓപെരാസിൻ നമുക്കറിയാം മോർ പൊട്ടന്റ് ആണ്, ഇൻക്രീസ്ഡ് ആക്ഷൻ ദാൻ അലിഫാറ്റിക്. ഇത് അലിഫാറ്റിക് ആണ്. ദെൻ നമുക്ക് വേറൊരെണ്ണം ചെയ്യാം. ഇതേപോലെ തന്നെ അടുത്തത് നൈട്രജൻ ഇവിടെ എടുക്കുന്നു, ഇതാക്കുന്നു, ഇങ്ങനെ വയ്ക്കുന്നു, N, then CH2OH, and this ഈസ് ഫ്ലൂഫെനാസിൻ ആണ്. ഫ്ലൂഫെനാസിൻ അതിലാണ് ഇങ്ങനെയുള്ളത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ മോർ പൊട്ടന്റ് ആണ്. സോ അലിഫാറ്റിക്കിനേക്കാൾ പൊട്ടന്റ് ആണ് ഏത്? ദിസ് ഗ്രൂപ്പ്സ് രണ്ടിനെ നമ്മൾ പിപ്പരാസിൻ ഗ്രൂപ്പാണ് നമ്മൾ ചേർത്ത്. പിപ്പരാസിൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി പൊട്ടന്റ് ആണ്. ഇനി പിപ്പരാസിനുള്ള വേറൊരു മരുന്ന് കൂടിയുണ്ട്. ആ മരുന്നാണ് സ്റ്റെമറ്റിൽ എന്നൊക്കെ ഫേമസ് ആയിട്ടുള്ള പ്രോക്ലോർപെരാസിൻ എന്ന് പറയുന്ന മരുന്ന്. ഈ സ്ട്രക്ചർ മാത്രം വരയ്ക്കാം, താഴത്തുള്ളത് മാത്രം CH2 then N ഈസ് പിപ്പരാസിനകത്തുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെയും N ഉണ്ട്, ദെൻ CH3. ഏകദേശം സെയിം ആയിട്ട് തോന്നും, പക്ഷേ എൻ്റെ ഇവിടെ ഈ സ്ട്രക്ചറിൽ ഇവിടെ അതിന് ക്ലോറിനാണ്, നമ്മുടെ ക്ലോർപ്രമാസിൻ്റെ ക്ലോറിനാണ്. സോ ഇതാണ് പ്രോക്ലോർപെരാസിൻ. ഇത് ആന്റി എമറ്റിക് ആയിട്ടുള്ള ഡ്രഗ് ആണ്, ഡോപ്പമിൻ ബ്ലോക്കർ കൂടിയാണ്. ആന്റിസൈക്കോട്ടിക് ആക്ഷനും കുറച്ചുണ്ട്, പക്ഷേ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുക ആന്റി എമറ്റിക് ഡ്രഗ് ആയിട്ടാണ് സ്റ്റെമറ്റിൽ. ഇനി നമ്മുടെ കയ്യിൽ പിപ്പരാസിൻ ഇല്ല, പക്ഷേ പിപ്പെരിഡിൻ ഉണ്ട് എന്ന് കരുതുക. പിപ്പെരിഡിൻ ഉള്ളത് ഞാൻ വരയ്ക്കാം, ഇവിടെ തൊട്ട് വരയ്ക്കാം. CH2 പിന്നെ നമ്മൾ ഈ റിംഗ് ആണ് വരയ്ക്കുക കേട്ടോ. റിങ്ങിനകത്താണ് നമ്മുടെ നൈട്രജൻ ഉള്ളത്. ഇങ്ങനെ വരച്ചാൽ ഇവിടെയാണ്. സോ ഇതൊരു C ആണല്ലോ, 3, 2, 3 ഇവിടെ ഒരു CH3. ഇങ്ങനെയുള്ളൊരു മരുന്നാണ്. ഈ മരുന്ന് തയോറിഡാസിൻ തന്നെയാണ്. തയോറിഡാസിനിൽ ഇങ്ങനെയാണ്, പിപ്പെരിഡിൻ ആണ്. പക്ഷെ അതിന് മറ്റേ അലിഫാറ്റിക്കിനേക്കാൾ എഫക്റ്റ് കുറവാണ്. സോ പിപ്പെരിഡിൻ കൂടി എഴുതിയേക്കാം, പിപ്പെരിഡിൻ. സോ പിപ്പരാസിൻ ആണെങ്കിൽ നമ്പർ 1 ആണ്, ഇതിനാണ് ഏറ്റവും കൂടുതൽ ആക്ഷൻ. അലിഫാറ്റിക് നമ്പർ 2 ആണ്, അതിന് തൊട്ട് പുറകെ ആക്ഷൻ ഉണ്ട്. ആൻഡ് അതിനേക്കാൾ കുറവ് ആക്ഷൻ ആണ് പിപ്പെരിഡിൻ റിംഗ് ഉള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും വലുത്, ഇത് ഏറ്റവും ചെറുത്. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാത്തിൻ്റെ സ്ട്രക്ചർ എന്ന് വരയ്ക്കാം. ആദ്യം ക്ലോർപ്രമാസിൻ ഞാൻ ബേസിക് റിംഗ് എല്ലാം വരച്ചു വെച്ചു. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ പരിപാടി നടത്താം. CH3 ഉണ്ട്, ഇവിടെ N, CH3 ആൻഡ് ഇവിടെ ക്ലോറിൻ. സോ ഇതാണ് ക്ലോർപ്രമാസിൻ എന്ന് പറയുന്ന ഡ്രഗ്. ആൻഡ് ഇത് പ്രോക്ലോർപെരാസിൻ ആണ്. പ്രോക്ലോർപെരാസിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ക്ലോറിൻ തന്നെയാണ്. ആൻഡ് ഇവിടെ CH2 ഉണ്ട്. N നമ്മൾ പറഞ്ഞു പിപ്പരാസിൻ റിങ്ങിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഉണ്ട് NCH3 ഉണ്ട്. സോ ഇതാണ് പ്രോക്ലോർപെരാസിൻ. ഇനി തയോറിഡാസിൻ നമ്മൾ പറഞ്ഞു, ഇവിടെ SCH3 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. SCH3 ആകുമ്പോൾ തയോറിഡാസിനായി. ആൻഡ് പിന്നെ ഉള്ളത് ഇവിടെ CH2 രണ്ടെണ്ണേ ഉള്ളൂ, പക്ഷെ മൂന്നാമത്തത് റിങ്ങിനകത്തുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരച്ചാൽ ഇത് C ഇവിടെ ഉണ്ട്, ദെൻ ഇവിടെ N ഉണ്ട്, CH3 ആൻഡ് ദിസ് ഈസ് തയോറിഡാസിൻ ആണ്. ഇനി ട്രൈഫ്ലൂപെരാസിൻ വരയ്ക്കാനാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ CF3 ആണ് ട്രൈഫ്ലൂപെരാസിന്. ആൻഡ് ഇവിടെ CH2 മൂന്നെണ്ണം. ഓക്കെ, ദെൻ N ഇവിടെ റിങ്ങിന്റെ ഉള്ളിലാണ്. ആൻഡ് ഇവിടെയും N ഉണ്ട്, വെറും CH3 ആണ്. ട്രൈഫ്ലൂപെരാസിനായി ഇനി ട്രൈഫ്ലൂപ്രോമസിൻ ഉണ്ട്. ട്രൈഫ്ലൂപ്രോമസിന് ഇവിടെ CF3 ഈസ് ഓക്കെ, കറക്റ്റ് ആണ്. ആൻഡ് ഇവിടെയാണ് വ്യത്യാസമുള്ളത്. ഇവിടെ അത് NCH3 ഇങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് അടുത്തത് ഫ്ലൂഫെനാസിൻ ആണ്. ഫ്ലൂഫെനാസിൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെയും CF3 ആണ് ഫ്ലൂഫെനാസിന്. ആൻഡ് ഇവിടെ NCH2 ഉണ്ട്, CH2 ഉണ്ട്. ദെൻ സംഭവം ഇതൊക്കെ ഓക്കെ ആണ്. ഇവിടെ N ഉണ്ട്, ആൻഡ് CH2OH. സോ ഇത് ഫ്ലൂഫെനാസിൻ ആണ്. സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫിനോതയസിൻ ഗ്രൂപ്പ് ഡ്രഗ്സ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.